കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാൻ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം മുതലാണ് ലവോദിക്യ സഭയ്ക്കുള്ള ദൂത്. അതാണ് നാം ചിന്തിച്ചു വരുന്നത്.
ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. ഓരോ സഭയ്ക്കുമുള്ള ദൂത് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി തന്നെയുള്ള ദൂതായിട്ട് നാം കണക്കാക്കേണ്ടതാണ്. ഓരോ സഭയ്ക്കുമുള്ള ദൂത് നമ്മോടുള്ളതായ ദൈവത്തിൻ്റെ വചനമായിട്ട് നാം കണക്കാക്കേണ്ടതാണ്. ഓരോ സഭയുടെ ദൂതിലും നമുക്ക് വേണ്ടിയുള്ളതായ വ്യക്തമായ അറിയിപ്പുകളുണ്ട്, അരുളപ്പാടുകളുണ്ട്, വ്യക്തമായ ഉത്ബോധനങ്ങളുണ്ട്. ലവോദിക്ക സഭ ഒടുവിലത്തെ സഭയാണ്, 7ാമത്തെ സഭ ലവോദിക്ക സഭ. നമുക്ക് വായിച്ച് കേൾക്കാം. ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് 14 വാക്യം മുതൽ. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ദൈവത്തിന് സ്തോത്രം. ഈ എല്ലാ സഭകളോടും പറയുന്ന ദൂതിൽ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം യേശുക്രിസ്തു കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. കർത്താവ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. 139 സങ്കീർത്തനം നാം ഒന്ന് കാണാതെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്കത് ഉരുവിടുന്നത് നല്ലതായിരിക്കും. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. വായിച്ചോളൂ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവമേ നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നിരൂപണം, എൻ്റെ ചിന്തകൾ, എൻ്റെ മനോരാജ്യങ്ങൾ, എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നടപ്പ് നീ ശോധന ചെയ്യുന്നു, എൻ്റെ കിടപ്പ് നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു, കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച്, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ വെച്ചിരിക്കുകയാണ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നാം ഇത് അക്ഷരീകമായി അങ്ങ് വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വിശ്വാസം വരും, ദൈവത്തിലുള്ളതായ ആശ്രയം വരും. അക്ഷരീകമായി കർത്താവിൻ്റെ കണ്ണെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, കർത്താവ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഓരോ വാക്കും, എൻ്റെ നടപ്പും, എൻ്റെ കിടപ്പും, എൻ്റെ വഴികളൊക്കെയും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. വായിക്കൂ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. പരിജ്ഞാനം എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്, എനിക്ക് മനസ്സിലാകാത്തതാണ്. എൻ്റെ കർത്താവ് നീ എല്ലാം നീ അറിയുന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. എനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായ ഒരു പരിജ്ഞാനമാണത്. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? കർത്താവേ, ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിക്കാൻ സാധ്യമല്ല. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? നിൻ്റെ സന്നിധാനം വിട്ട് ഞാൻ എങ്ങോട്ടാണ് ഓടാനുള്ളത്? നിൻ്റെ സന്നിധാനം വിട്ട് ഓടാൻ സാധ്യമല്ല. നീ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. സ്വർഗത്തിൽ നീയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ കിടന്നാലും അവിടെയും നീ എന്നെ കാണും, നീ അവിടെയും ഉണ്ട്. എല്ലായിടത്തും നിന്റെ കണ്ടെത്തുന്നു. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രയോഗമാണ് ഉഷസ്സിൻ്റെ ചിറക്, ഉഷസ് പ്രഭാതം. ഉഷസ്സിന് ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നമുക്ക് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒന്നേ ഉള്ളൂ, ലോകത്ത് എവിടെ പോയാലും, എവിടെ ഇരുന്നാലും, എവിടെ സഞ്ചരിച്ചാലും യേശുക്രിസ്തുവിനെ കാണുന്നു എന്നുള്ള കാര്യം. പിന്നെ നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ. വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കുകയില്ല. കർത്താവേ, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. ഇരുട്ടത്ത് നീ എല്ലാം കാണും. ഞാൻ മറ്റാരും കാണാത്തതുപോലെ ഇരുട്ടിൽ പറഞ്ഞിരുന്ന് എന്ത് ചെയ്താലും അതും നീ കാണും. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദൈവമേ, നിന്നെ തടയുവാൻ ആർക്ക് സാധ്യമല്ല. നിന്റെ കണ്ണിൻ വെട്ടത്തിൽ നിന്ന് മാറാൻ ആർക്ക് സാധ്യമല്ല. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാൻ ആർക്ക് സാധ്യമല്ല. എൻ്റെ കർത്താവേ, ഞാൻ
ഈ പരമാത്ഭുതം, ഈ അത്യത്ഭുതമായ കാര്യം എനിക്ക് എൻ്റെ അറിവിൽ അജ്ഞാതമാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സത്യം എനിക്കിപ്പോൾ ഞാൻ ഇത്രയും ഗ്രഹിക്കുന്നു. നീ എല്ലാം കാണുന്നു, നീ എല്ലാം അറിയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഏറ്റവും ഗൗരവമേറിയ വാക്ക് പ്രവൃത്തി കർത്താവ് കാണുന്നുള്ളതാണ്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സഭയോടും പറയുന്നത്, ഓരോ വ്യക്തിയോടും പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒന്നും മറയ്ക്കാൻ സാധ്യമല്ലാത്ത വിധം ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരു ദൈവഭയം നമുക്കുണ്ടാകും. ഇന്ന് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ കെടുതി, ദൈവഭയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവഭയമില്ല, ദൈവഭക്തിയില്ല. ഭയം ഭക്തി, ദൈവഭക്തിയില്ല, ദൈവഭയമില്ല. പ്രാർത്ഥനകളുണ്ട്, നമസ്കാരങ്ങളുണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, സൺഡേ സ്കൂളുകളുണ്ട്, യുവജന സമാജങ്ങളുണ്ട്, ബാലസമാജങ്ങളുണ്ട്, വനിതാ സമ്മേളനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, യൂത്ത് അസോസിയേഷൻസ് ഉണ്ട്, പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ വാസ്തവത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ കർത്താവേ, നീ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, നിൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് അറിയാൻ സാധ്യമല്ല. എൻ്റെ കർത്താവേ, നീ എല്ലാം ഉള്ളത് നീ അറിയുന്നു. കർത്താവേ, എനിക്ക് ദൈവഭയമില്ല എന്ന് നീ അറിയുന്നു, ദൈവഭക്തിയില്ല എന്ന് നീ അറിയുന്നു. വന്നിരിക്കുന്ന വലിയ കെടുതി, ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവഭയമില്ല. ദൈവഭയം, ഒരു ദൈവം എന്നെ കാണുന്നു. ഒരു ദിവസം ഞാൻ കടന്നു ചെന്ന് ആ ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. സകലമാന വ്യക്തികളും സകലമാന മനുഷ്യരും, വൃദ്ധന്മാരും ശിശുക്കളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ആബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധൻ വരെ ആബാലവൃദ്ധം എല്ലാവരും ആ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. എല്ലാ നാവും മിണ്ടാതാകും, എല്ലാ വായും അടയും, എല്ലാവരും അവിടെ വന്ന് മുട്ടുമടക്കും. അവിടെ വെള്ളസിംഹാസനത്തിൽ ന്യായവിധിന് മുമ്പിൽ എല്ലാവരും വന്നു ചേരും. അപ്പോഴാണ് പുസ്തകങ്ങൾ തുറക്കുന്നു. ഓരോരുത്തരുടെ പേരിലുള്ളതായ പുസ്തകങ്ങൾ തുറക്കുന്നു. ഓരോരുത്തരുടെ പേരിലുള്ള ഓർമ്മയുടെ പുസ്തകങ്ങൾ തുറക്കുന്നു. സ്മരണയുടെ പുസ്തകം എന്ന് വേദവസ്തം പറയും. സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം. ഈ ഓർമ്മയുടെ പുസ്തകത്തിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ മനോരാജ്യങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു, രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. നോക്കുക, ഇവിടെ വെച്ച് ആർക്കും ഒന്നും നമ്മെക്കുറിച്ച് അറിയാൻ പാടില്ല. നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും, ആളുകൾക്ക് നല്ല ഭക്തനാണെന്ന് പറയുമായിരിക്കും, നല്ല സൽസ്വഭാവമുള്ള വ്യക്തിയാണെന്ന് പറയുമായിരിക്കും, നല്ല സ്നേഹമുള്ള ആളാണെന്ന് പറയുമായിരിക്കും. ഇതവിടെ പലരും പല വിധത്തിൽ പറഞ്ഞു തരും, നല്ല അഭിപ്രായം പറഞ്ഞു തരും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എല്ലാം നേർക്ക് നേരെ വെളിപ്പെടും, എല്ലാം വെളിപ്പെടും. അത് ഒരു പരമസത്യമാണ്. ഒരു ദിവസം ഞാൻ നിൽക്കേണ്ടി വരും ദൈവസന്നിധിയിൽ, ഒരു ദിവസം ഞാൻ പോയി നിൽക്കേണ്ടി വരും എന്നുള്ളത് നാം അറിയുന്നുവെങ്കിൽ നമുക്ക് ദൈവഭയം ഉണ്ടാകും. ഇന്ന് അനേകർക്ക് ആ ഒരു ബോധമില്ല, ഒരു നിത്യത എന്നുള്ള ബോധമില്ല. നിത്യത, ഒരു ദിവസം ഈ ഭൂമിയിൽ ഞാൻ കടന്ന് നിത്യതയിലേക്ക് ഞാൻ പ്രവേശിക്കും, ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോകും, ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം തീർന്ന് ഞാനങ്ങ് അപ്പുറത്തേക്ക് പോകും എന്നുള്ള ബോധ്യം ഇന്ന് മനുഷ്യർക്കില്ല. കാര്യം, ഒരു സംസ്കാര സൃഷ്ടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു ദുഃഖമൊക്കെ ഉണ്ടാകും, ആ പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലൊരു മനസ്സിലുണ്ടാകും. പക്ഷേ അതെല്ലാം അല്പനേരത്തേക്ക് മാത്രം, ഏതാനും ദിവസത്തേക്ക് പക്ഷേ നിന്ന് വരും. ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നു പോയാൽ കുറേ നാളത്തേക്ക് നിൽക്കും. പക്ഷേ അത് ജഡികമായ സ്നേഹത്തിൻ്റെ ബന്ധത്തിലുള്ളതായ ദുഃഖമാണ്. എന്നാൽ വാസ്തവത്തിൽ ഞാനും ഇതുപോലൊരു സന്ദർഭത്തെ നേരിടുമല്ലോ, ഇതുപോലെ ഒരു വിയോഗത്തെ, വേർപാടിനെ, മരണത്തെ ഞാനും നേരിടുമല്ലോ, ഞാനും ഈ വഴിയിൽ കൂടി തന്നെ പോകേണ്ടി വരുമല്ലോ. അന്ന് ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ സിംഹാസനത്തിൽ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ നിൽക്കും? അന്ന് ഞാൻ തിരുമുഖത്തേക്ക് എങ്ങനെ ഞാൻ നോക്കും? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം ഇന്ന് എനിക്ക് ഭയമോ ഭക്തിയോ ഇല്ലാതെ ഞാൻ നയിക്കുന്നെങ്കിലും അന്നെല്ലാം വെളിപ്പെട്ട് വരുമല്ലോ. ഇന്ന് മനുഷ്യരുടെ മുമ്പിൽ വളരെ നല്ല വെള്ളയായിട്ട് ഞാൻ കാണപ്പെടുന്നെങ്കിലും അവിടെ വരുമ്പോൾ എല്ലാം ഉള്ളതുപോലെ വെളിപ്പെടുമല്ലോ. അവിടെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ലല്ലോ. ഓരോരുത്തരുടെ പേരിലുള്ളതായ കാര്യങ്ങൾ വായിച്ച് കേൾപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരുടെ പേരിലും വായിച്ച് കേൾപ്പിക്കും. നിങ്ങൾക്ക് പലർക്കും ആ വേദഭാഗമൊക്കെ അറിയാമായിരിക്കും. ഓരോരുത്തരുടെ പേരിലുള്ള ഓർമ്മയുടെ പുസ്തകത്തിലുള്ളതെല്ലാം വായിച്ച് കേൾപ്പിക്കുന്ന ദിവസം വരും. ആബാലവൃദ്ധം സകലമാന മനുഷ്യരും അവിടെ വന്നുകൂടും. അവിടെ ജാതിഭേദമില്ല, അവിടെ മതഭേദമില്ല, സമുദായ ഭേദമില്ല, സഭാഭേദമില്ല, തനിയിരുന്നോ ദരിദ്രനോ ഭേദമില്ല. എല്ലാവരും അവിടെ വരും. ന്യായാസനത്തിന് മുമ്പാകെ, നീതി സിംഹാസനത്തിന് മുമ്പാകെ ചെല്ലും. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഒന്ന് വായിക്കാൻ നമുക്ക്. വെളിപ്പാട് 20-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് 11-ാം വാക്യം മുതൽ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും
അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. വലിയൊരു വെള്ളസിംഹാസനം അപ്പോസ്തലൻ കാണുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അനേക കാര്യം വരാതിരിക്കുന്ന കാര്യങ്ങൾ അപ്പോസ്തലൻ കാണുന്ന കൂട്ടത്തിൽ അവസാന സമയത്ത് എടുത്തപ്പോൾ അപ്പോസ്തലൻ കാണുന്നത്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിന്മേൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ആ ജീവനുള്ള ദൈവമാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയുമില്ല ആകാശവുമില്ല, എല്ലാം മാറിപ്പോയി. ഭൂമി ആകാശം ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. ഈ ഇന്നത്തെ ഭൂമിയെയും ആകാശത്തെയും പിന്നെ കാണുന്നേയില്ല. മരിച്ചവർ ആഭാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചുപോയവർ, വാങ്ങിപ്പോയവർ, ആ ബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധൻ വരെ സിംഹാസനം നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. അപ്പോഴാണ് പുസ്തകങ്ങൾ തുറക്കുന്നത്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. ഓരോരുത്തർക്ക് പുസ്തകങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഓരോ പുസ്തകങ്ങളിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. കൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ നമ്മുടെ പേരുള്ള പുസ്തകം ബ്ലാങ്ക് ആയിട്ടിരിക്കണം, അതിലൊന്നും ഉണ്ടായിരിക്കരുത്. നമ്മുടെ പേരുള്ള പുസ്തകത്തിൽ നമ്മുടെ കുറ്റങ്ങളൊന്നും എഴുതിയിരിക്കുന്നത് കാണാൻ ഇടവരരുത്. എന്തു ചെയ്യണം? ഇന്ന് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടതെല്ലാം മാഞ്ഞു കിട്ടുവാൻ ക്രിസ്തു യേശുവിൻ്റെ രക്തത്തിൽ നാം ആശ്രയിക്കണം. ആ തിരുരക്തത്തിൽ നാം ആശ്രയിച്ച് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ സ്പർശിച്ചാൽ, കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ആ സ്പർശനവും ആ അനുഗ്രഹവും നമുക്ക് ലഭിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടതെല്ലാം മാഞ്ഞു പോകും. എന്തെല്ലാം അതിലെഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലൊന്നു പോയ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരുടെ പേരിലും എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം മാഞ്ഞു പോകും. അതിന് നിങ്ങൾ 10 പൈസ മുടക്കണ്ട. നിങ്ങൾ സഭ മാറണ്ട. വ്യക്തമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഒറ്റയ്ക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ. പുസ്തകങ്ങളിലുള്ളതെല്ലാം മാഞ്ഞു പോകുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ വിശ്വസിച്ച് അനുസരിച്ച് ശരണപ്പെടണം. ക്രിസ്തുവിൽ ആശ്രയിക്കണം. കർത്താവേ, നീ കുരിശിൽ മരിച്ച് രക്തം ചിന്തിയത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് പരിഹാരമായി നീ കുരിശിൽ ശിക്ഷ ഏറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയാണ് നീ കുരിശിൽ വഹിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് ഒന്ന് മാത്രം മതി. കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെല്ലാം നിൻ്റെ തിരുലാവിനുള്ള രക്തത്താൽ കഴുകിക്കളയണമേ. വന്നുപോയ എല്ലാ തെറ്റുകളും കഴുകിക്കളയണമേ. ഇനിമേൽ പാപമില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. എൻ്റെ സ്വന്തം തീരുമാനം തിരുമുമ്പാകെ അറിയിക്കുകയാണ്. ഈ തീരുമാനം പോലും അപൂർണമാണ്, എന്നാൽ അതും പൂർത്തീകരിക്കാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ എല്ലാ പാപങ്ങളും കർത്താവേ നിന്റെ തിരുരക്തത്താൽ കഴുകി തരണമേ, എല്ലാം മായ്ച്ചു തരണമേ എന്ന് പറഞ്ഞ് ജീവിതം കർത്താവിന് സമർപ്പിച്ചാൽ, വ്യക്തമായ ഒരു പ്രതിഷ്ഠയെടുത്താൽ, വ്യക്തമായ ഒരു സമർപ്പണം എടുത്താൽ, പ്രിയപ്പെട്ടവരെ, മായ്ച്ചു കളയും. അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് ഇത് ഇവിടെ സ്ഥിരമായി വചനം കേൾക്കുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മീഖ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 18-ാം വാക്യം മുതൽ വായിക്കാം. മീഖ 7:18 മുതൽ. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരുടെ അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ദൈവമേ, നീ എത്രയോ മഹോന്നതൻ, നീ എത്ര നിസ്തുല സ്നേഹം. എൻ്റെ കർത്താവേ, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അകൃത്യം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. എല്ലാ പാപവും കർത്താവ് ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. സ്തോത്രം. ഒരു കാലത്ത് മുങ്ങി വരാതെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പാപങ്ങളെല്ലാം കർത്താവ് വിട്ടുകളയും. എല്ലാം വിട്ടുകളയും, എല്ലാ പാവവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപം മാറി നാം സ്വതന്ത്രരായി തീരുന്ന എന്തൊരു സൗഭാഗ്യമാണെന്നോ. എല്ലാ പാപവും കർത്താവ് ക്ഷമിച്ചു തന്നു എന്നുള്ളതൊരു ഉറപ്പ് കിട്ടുക. അതില്ലാതെ ഒരു സെക്കൻഡ് നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഈ ഉറപ്പ് കിട്ടണം. എൻ്റെ പാവങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തു, എൻ്റെ പാവങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നിരിക്കുന്നു. എന്താണ് ആ ഉറപ്പിന് കാരണം ഇനി ഏത് അവസരം വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല, പാപത്തിൻ്റെ ചിന്ത പോലും വരികയില്ല, ഞാൻ ആരെയും വിമർശിക്കുകയില്ല, ആരെയും കുറ്റപ്പെടുത്തുകയില്ല, എല്ലാവരെയും ഞാൻ മാനിക്കും, എല്ലാവരെയും ഞാൻ ശ്രേഷ്ഠരായിട്ട് എണ്ണും, എല്ലാവരെയും എന്നേക്കാൾ കൂടുതൽ ശ്രേഷ്ഠരായിട്ട് ഞാൻ കണക്കാക്കും, ആരുടെയും കുറ്റം ഞാൻ കാണുകയില്ല, എൻ്റെ കുറ്റം മാത്രം ഞാൻ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എളിമപ്പെടും. ഇങ്ങനെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വസ്തയോടെ തീരുമാനം പുതുക്കുന്നവർക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ എത്ര കൊടും ക്രൂര പാതകങ്ങളാണെങ്കിലും,
എത്ര ഭയാനകമായ പാവങ്ങളാണ്, മ്ലേച്ഛതകളാണെങ്കിലും എല്ലാം ക്ഷമിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. എല്ലാം പുറത്തു തരും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മഹൽ സ്നേഹം, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഇവിടെ വെച്ച് മാഞ്ഞ് കിട്ടണം. ഇവിടെ വെച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാഞ്ഞ് കിട്ടിയില്ലെങ്കിലോ വരുന്ന അബദ്ധം എന്താണെന്നറിയാമോ? അന്ന് വെള്ളസിംഹാസനത്തിലെ ആ ന്യായാധിപതി മുമ്പിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കും. പുസ്തകത്തിൽ എഴുതപ്പെട്ടതെല്ലാം മാഞ്ഞ് കിട്ടണം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് ദിവസം വായിക്കാം, തുടർന്ന് വായിക്കാം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഇത് വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഓരോരുത്തനും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പലർക്കും പാവം ഒരു കളിയാണ്. ഇന്ന് ചീത്ത വാക്കുകൾ പറയുന്നു, അതൊരു കളിയായിട്ടാണ്. ഇന്ന് അശ്ലീലമായ വാക്കുകൾ, അഭാസമായ വാക്കുകൾ പറയുന്നു, അതും കളിയാണ്. ഇന്ന് കൂട്ടുകാർ കൂടുമ്പോൾ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുന്നു, അതും കളിയാണ്. ഇന്ന് അരുതാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ചീത്ത പടങ്ങൾ കണ്ട് രസിക്കുന്നു, അതും കളിയാണ്. ഇന്ന് എല്ലാവർക്കും ഇതെല്ലാം ഒരു കളിയാണ്. എന്നാൽ ഇതെല്ലാം അകൃത്യമായി വെളിപ്പെട്ട് അവസാനം ആ ഒരു വാക്കും പോലും മിണ്ടാൻ വയ്യാതെ മിണ്ടടങ്ങി നിൽക്കുമ്പോൾ, അന്ന് ന്യായവിസ്താര നിൽക്കുമ്പോൾ, അപ്പോഴാണ് നാം ഞെട്ടിപ്പോകുന്നത്. അയ്യോ, ഇതാണോ എൻ്റെ ജീവിതം? നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നോർക്കും. പ്രിയപ്പെട്ടവർ, നഷ്ടപ്പെട്ട് കളഞ്ഞല്ലോ, എല്ലാം പോയല്ലോ. നല്ല അവസരം കിട്ടിയതായിരുന്നല്ലോ, എനിക്ക് വചനം കേട്ടപ്പോൾ മാനസാന്തരപ്പെടാൻ അവസരം കർത്താവ് തന്നതായിരുന്നല്ലോ. എന്നാൽ അയ്യോ എൻ്റെ കർത്താവെ, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, ഞാൻ കരുതിയില്ലല്ലോ, ഞാൻ എന്നെ തന്നെ ഒരുക്കിയില്ലല്ലോ, എൻ്റെ പാവത്തോട് ഞാൻ യാത്ര പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവഭയം എന്ന് പറയുന്നത്. കൂടിയ കഴിവ് എന്ന് പറയും. ദൈവഭയം കൂടിയ കഴിയൂ. ദൈവഭയം. എപ്പോൾ ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോന്ന് ദൈവം വരാൻ എല്ലാം കാണുന്നുണ്ട്, മുൻകൂട്ടി കാണുന്നുണ്ട്. ഇന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നു, പക്ഷേ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് കർത്താവ് കാണുന്നു. പക്ഷേ കർത്താവ് കാണുന്നത് ഇനിയും വർഷങ്ങൾക്ക് ശേഷമുള്ളതായ ഈ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാലയത്തിൻ്റെയോ അതല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെയോ അവസ്ഥകൾ കർത്താവ് മുൻകൂട്ടി കാണുന്നു. എല്ലാം കർത്താവ് കാണുന്നു. എൻ്റെയും അവസ്ഥ കർത്താവ് മുൻകൂട്ടി കാണുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ കർത്താവ് മുൻകൂട്ടി കാണുന്നു. എല്ലാം കാണുന്നൊരു ദൈവം. അവിടുത്തെ കണ്ണുമുമ്പിലൊന്നും മറഞ്ഞിരിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ ദൈവഭയം നമുക്ക് ആവശ്യമാണ്. ദൈവഭയം വേണം. ദൈവഭയം ഉണ്ടെങ്കിൽ കുട്ടികൾ കഞ്ചാവിൻ്റെ പുറകെ പോവുകയില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ ആളുകൾ മദ്യത്തിന് പിന്നാലെ പോവുകയില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ വൃത്തികെട്ട ജീവിതം നയിക്കാൻ ആരും തയ്യാറാവുകയില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ മ്ലേച്ഛതയുള്ള ജീവിതത്തോട് യാത്ര പറയും. ദൈവഭയം ഉണ്ടെങ്കിൽ വഴക്കും പിണക്കും ഉണ്ടാവുകയില്ല. എല്ലാം ക്ഷമിക്കാൻ സാധിക്കും, എല്ലാം സഹിക്കാൻ സാധിക്കും, എല്ലാം ഏറ്റെടുക്കാൻ സാധിക്കും, എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുക്കാൻ സാധിക്കും. ഒന്നിനും ഭാരമില്ല. എല്ലാം മനസ്സെപ്പോഴും സ്വതന്ത്രമാണ്, ഹൃദയം എപ്പോഴും സ്വതന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല. അനേകം ആകുലങ്ങൾ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നു. അനേകം ആകുലങ്ങൾ. പ്രാവിൻ്റെ കാല് ഒരു ചെറിയ കുറ്റിയിൽ കെട്ടിയിട്ടിട്ട് പ്രാവിനെ പറത്തിവിടാൻ നോക്കിയാൽ ചിറകടിക്കും, പക്ഷേ പ്രാവ് പറക്കുകയില്ല. എന്നതുപോലെ ഇന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്, പലതിലേക്കും കെട്ടിയിട്ടിരിക്കുകയാണ്. ചരടുണ്ട്, പലർക്കും പല ചരടുകളുണ്ട്, പല ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനം വെച്ചുകൊണ്ട് പറക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തോടാണ് ബന്ധനം. ഒരുപക്ഷെ നിങ്ങൾ മദ്യപാനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളരുതാത്ത ജീവിതം നയിക്കുന്നില്ല, അല്ലെങ്കിൽ വൃത്തികെട്ട പടങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അഴുക്കായ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നില്ല. ശരി, എന്നാലും ലോകത്തോട് കെട്ടിയിട്ടിരിക്കുന്നു. ലോകത്തോട് വ്യക്തമായി പറയാം, ലോകസ്നേഹം ഇന്ന് അനേകരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ലോകം ഹൃദയത്തിൽ നിറയെ ലോകത്തിലെ കാര്യങ്ങളാണ്, ലോകത്തിൻ്റെ ബഹുമതിയാണ്, ലോകത്തിൻ്റെ അംഗീകാരമാണ്, ലോകമനുഷ്യരുടെ പ്രീതിയാണ്. അയ്യോ, ആ യോഗത്തിന് പോയാൽ പള്ളിയിൽ അച്ഛൻ എന്ത് പറയും, യോഗത്തിന് പോയാൽ മെത്രച്ചൻ എന്ത് പറയും, ഇതൊക്കെയാണ് പലരുടെയും പേടി. മനുഷ്യരെ പേടിക്കുന്നു, ലോകത്തെ പേടിക്കുന്നു. ആളുകളുടെ മുമ്പിൽ എനിക്കുള്ളതായ സ്ഥാനം പോവുകയില്ലേ, ആളുകളുടെ എനിക്കുള്ളൊരു മതിപ്പും വിലയും പോവുകയില്ലേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, മനുഷ്യരുടെ മാനം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിനൂടെ പോകാൻ ഒക്കുകയില്ല. മനുഷ്യരെ ബഹുമതിക്കുകയാണെങ്കിൽ കർത്താവിനൂടെ പോകാൻ ഒക്കുകയില്ല. മനുഷ്യരെ അവമാനിക്കട്ടെ, മനുഷ്യർ തെറ്റിദ്ധരിക്കട്ടെ, മനുഷ്യർ കുറ്റം പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പഴിയും ദുഷിയും നിന്നയും ഏൽക്കാൻ തയ്യാറായാൽ അത് ഭാഗ്യമാണ്. അത് നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തിൻ്റെ നാമത്തിൽ ആ പറയുന്നവർ, കുറ്റം പറയുന്നവർ, നാം ദൈവനാമത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറ്റം പറയുന്നുവെങ്കിൽ നമുക്ക് കേടൊന്നും വരികയില്ല, നമുക്ക് അനുഗ്രഹമാണ്. എന്നാൽ നേരെ മറിച്ച് അവർ പറയുന്ന കുറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ നമുക്ക് ശിക്ഷയാണ്. ഇപ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മെക്കുറിച്ച് കുറ്റം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ മിത്രങ്ങൾ നമ്മെക്കുറിച്ച് കുറ്റം പറയുന്നു.
ആ കുറ്റം നമ്മിലുള്ളതാണെങ്കിലോ വളരെ സൂക്ഷിക്കണം, ഭയപ്പെടണം. ഒരാൾ എന്നെക്കുറിച്ച് ഒരു കുറ്റം പറയുകയാണ് ഇന്ന കാര്യത്തിൽ എന്ന് പറയുന്നു, ദൈവത്തിന് സ്തോത്രം. ആ പറയുന്നത് അത് ശരിയാണെങ്കിൽ ഞാൻ അതിനെ വെച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ പുറത്തായി പോകും, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുറ്റം കേൾക്കുന്നത് നല്ലതാണ്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റും. അനേകരെ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ അനേകരെ പരിഹസിക്കുമ്പോൾ, അനേകരെ ആക്ഷേപിക്കുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഭാഗ്യം കിട്ടും, നമുക്ക് തിരുത്താൻ പറ്റും, ദൈവത്തിന് സ്തോത്രം. നമ്മെ നല്ലതെന്ന് പറയുന്നവരെ മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനവുമില്ല. എല്ലാവരും കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മളെ പ്രശംസിച്ചുകൊണ്ടിരിക്കും, ഒരു പ്രയോജനവുമില്ല. അന്നേരം നമുക്ക് അഹങ്കാരം വർദ്ധിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇന്ന തെറ്റ് ഇന്ന വിധത്തിൽ ഇന്നയാൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് പുനഃചിന്തനം ചെയ്യാൻ സാധിക്കും, വീണ്ടും ചിന്തിക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ആ പറയുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്നുമില്ലേ, ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും ഉണ്ടോ? തിരുത്തണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം മധുരമാണ്, സ്വാതന്ത്ര്യമാണ്. എല്ലാ പാപങ്ങളും മാറി ഒരു സ്വാതന്ത്ര്യം. മനസ്സിൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നു, ഹൃദയത്തിൻ്റെ ബന്ധനം കഴിയുന്നു, ആത്മാവിൻ്റെ ബന്ധനം കഴിയുന്നു, ശരീരത്തിൻ്റെ ബന്ധനം പോലും കഴിയുന്നു. ഓരോ അവയവത്തിലുള്ളതായ പാവത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകുന്നു. കണ്ണിൽ പാവമുണ്ട്, ചീത്ത പടങ്ങൾ കണ്ട പാവം, അശുദ്ധ ചിത്രങ്ങൾ കണ്ട പാവം. കയ്യിൽ പാവമുണ്ട്, അരുതാത്ത് ചെയ്ത പാവം. നമ്മുടെ നാവിൽ പാവമുണ്ട്, പ്രാഗിയത്, ചീത്ത വാക്ക് പറഞ്ഞത്, ദൂഷിച്ചത്, വൈരാഗ്യത്തോടെ സംസാരിച്ചത്, വഴക്ക് പറഞ്ഞത്, എല്ലാം അങ്ങനെ അനേകം പാവങ്ങൾ. നാവിൽ പാവം. ഓരോ അവയവവും, ഈ അവയവങ്ങളെല്ലാം സ്വതന്ത്രമാകണം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഏതൊരു മഹാഭാഗ്യമാണ്, എന്തൊരു സ്വാതന്ത്ര്യം. എല്ലാ അവയവങ്ങളും സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്തൊരു ആശ്വാസമാണെന്നോ. വീർപ്പൂട്ടിരുന്നതായ ഈ ആളത്വം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ എന്തൊരു സമാധാനം, എന്തൊരു ശാന്തി. ഇന്ന് സ്നേഹിതരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ തീരുമാനമെടുക്കണം, കർത്താവേ എനിക്ക് അങ്ങനെയൊരു സ്വാതന്ത്ര്യം വേണം. എൻ്റെ അടിമത്തം മാറണം. പിശാചിനെ ബന്ധിച്ചിട്ടിരിക്കുന്നു, സാത്താനിനെ കെട്ടിയിട്ടിരിക്കുന്നു, എൻ്റെ പാവങ്ങളുടെ പാശം കൊണ്ട്, പാവത്തിൻ്റെ കയറുകൊണ്ട് അവനെ ബന്ധിച്ചിട്ടിരിക്കുന്നു. എൻ്റെ പാവത്തിൻ്റെ പാശം കൊണ്ടാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത്, എൻ്റെ പാവത്തിൻ്റെ കയറുകൊണ്ടാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത്. കർത്താവേ, എനിക്ക് എൻ്റെ പാവത്തിന്മേൽ എന്നേക്കുമായി ഒരു വിടുതൽ തരണം. പാവമില്ലാത്തൊരു ജീവിതത്തിനുള്ളതായ കൃപ എനിക്ക് തരണം. കർത്താവേ, ഞാൻ ചുരുക്കി പറയട്ടെ, യേശുവേ ഞാൻ ചുരുക്കി പറയട്ടെ, എനിക്കൊരു വിശുദ്ധനാകണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, മറ്റൊന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ വാഞ്ചിക്കൂ, മറ്റെല്ലാം മറക്കൂ. കർത്താവേ, നീ എൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ എല്ലാം കാണുന്നു. കർത്താവേ, നിത്യനായ ദൈവം നോക്കുമ്പോൾ ഒരു പാവനിൽ ഇല്ലാത്ത വിധത്തിൽ തിരക്തത്താൽ കഴുകപ്പെട്ടവനായി ഞാൻ പൂർണ്ണ വിശുദ്ധനായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഞാനോ പാവിയായ മനുഷ്യൻ, പക്ഷേ നിൻ്റെ തിരക്തം വന്ന് എന്നെ പൊതിയണമേ, തിരക്തം വന്ന് എന്നെ മൂടണമേ. ആ തിരക്തത്തിൻ്റെ പാവങ്ങളെല്ലാം മൂടപ്പെട്ടു പോകണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ പാവം എന്നെ നശിപ്പിക്കുന്നതിന് മുൻപ്, യേശുവേ, പാവം എന്നെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് എൻ്റെ പാവത്തെ നീ എന്നിൽ നിന്ന് മാറ്റി തരണമേ, തിരക്തത്താൽ എന്നെ കഴുകി തരണമേ. നിന്റെ ക്രൂസിലെ തിരക്തത്താൽ എന്നെ നീ കഴുകണമേ, എന്നെ പാവം ഇല്ലാത്തവനാക്കി സ്വതന്ത്രനാക്കി തീർക്കണമേ, സ്വാതന്ത്ര്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യം, പാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമമഹത്വപ്പെട്ട ദൈവം നിങ്ങൾക്ക് കൃപ തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വാഞ്ചിക്കുന്നുവെങ്കിൽ, വാസ്തവമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പാവത്തിന്മേലൊരു ജയം കിട്ടുകയും പാവത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യും. സ്വതന്ത്രരാകുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കൾ എല്ലാവരെയോടും തുടരണമേ, അനുഗ്രഹിക്കണമേ. പാവത്തിൻ്റെ ഭയാനകമായ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ നഗരത്തിൻ്റെ പൗരത്വം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും കൃപയിൽ ആശീർവദിച്ച് പറഞ്ഞയക്കണമേ. രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.